പൂരം ഗംഭീരമായി നടന്നുവെങ്കിൽ പോലും പൂരത്തിന് മുന്നോടിയായിട്ടുള്ള വെടിക്കെട്ട് ദുരന്തത്തിലുണ്ടായ വലിയ സങ്കടം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. മുണ്ടത്തിക്കോടെ വെടിക്കെട്ട് ദുരന്തത്തിൽ മരണസംഖ്യ വീണ്ടും ഉയരുന്നു എന്ന ഏറ്റവും സങ്കടം നിറഞ്ഞ വാർത്ത നമ്മുടെ മുൻപിലുണ്ട്. 17 പേരാണ് ആ ദുരന്തത്തിൽ ഇതുവരെ മരിച്ചിരിക്കുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന 4 പേരിൽ ഏറ്റവും ഒടുവിൽ 2 പേർ കൂടി മരണപ്പെട്ടു. കുണ്ടന്നൂർ സ്വദേശി രാകേഷും എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണനുമാണ് മരിച്ചത്. നാടിനെ നടുക്കിയ ദുരന്തം ദിവസങ്ങൾ പിന്നിടുമ്പോൾ അപകടത്തിൽപ്പെട്ടവരിൽ 17 പേരാണ് മരണമടഞ്ഞത്. ഇന്നലെ രാത്രി എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മരണം സ്ഥിരീകരിച്ചു. അപകടത്തിൽ 60% പൊള്ളലേറ്റ ഉണ്ണികൃഷ്ണൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഉണ്ണികൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ഏറ്റവും ഒടുവിൽ കുണ്ടന്നൂർ സ്വദേശിയും ചീരാത്ത് രാജന്റെ മകൻ 29 വയസ്സുള്ള രാകേഷുമാണ് മരണപ്പെട്ടത്. രാകേഷിന് 40% പൊള്ളൽ ഏറ്റിരുന്നു. ഇവർ മരണപ്പെടുന്നതിനു മുൻപേ തിരുവമ്പാടി വെടിക്കെട്ട് ലൈസൻസ് ഉടമ മുണ്ടത്തിക്കോട് സതീഷും മരണപ്പെട്ടിരുന്നു. അപകടത്തിൽ സതീഷിന് 90% പൊള്ളലേറ്റു. അതേസമയം ഇനി തീവ്രപരിചരണ വിഭാഗത്തിൽ 2 പേരാണ് ചികിത്സയിലുള്ളത്. അപകടസ്ഥലത്തു നിന്ന് ശേഖരിച്ച ശരീരഭാഗങ്ങളുടെ DNA ടെസ്റ്റ് ഉൾപ്പെടെ പരിശോധിക്കുന്നത് പുരോഗമിക്കുകയാണ്. ഉടനെ തന്നെ DNA ഫലം പുറത്തുവരും. തിരിച്ചറിയാനുള്ളവരെ ഉടനെ തിരിച്ചറിയാനാകുമെന്നാണ് മെഡിക്കൽ സംഘത്തിന്റെ പ്രതീക്ഷ. കൈരളി ന്യൂസ്, തൃശൂർ.